ഹായ്, എല്ലാവർക്കും സ്വാഗതം. വിദേശത്ത് ജീവിക്കുന്ന ഒരാളുടെ ജീവിതം നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല കളർഫുൾ ആയിരിക്കും അല്ലേ? പക്ഷേ അതിൻ്റെയൊക്കെ ഉള്ളിൽ പലരും അധികം പുറത്തു പറയാത്ത ചില വൈകാരികമായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അധികം ആരും ചർച്ച ചെയ്യാത്ത അത്തരം ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ശരി, അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു പ്രവാസിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഒരുപക്ഷേ ഇതായിരിക്കും: എവിടെയാണ് കൂടുതൽ സന്തോഷം? നാട്ടിലാണോ അതോ താൻ ജീവിക്കുന്ന വിദേശത്താണോ? വളരെ ലളിതമെന്ന് തോന്നുന്ന ഈ ചോദ്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പ്രവാസികൾ സ്ഥിരമായി നേരിടുന്ന ഒരു പ്രതിസന്ധിയെക്കുറിച്ച് സംസാരിക്കാം. അവരുടെ ഉള്ളിൽ എപ്പോഴും ഉത്തരം കിട്ടാതെ കിടക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതായത്, പ്രവാസികളെന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുപോലെയല്ല. ഇതിൽ പലതരം ആൾക്കാരുണ്ട്. ഒരു കൂട്ടർ എന്നെങ്കിലും ഒരിക്കൽ നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് പ്ലാനിൽ ജീവിക്കുന്നവരാണ്. പിന്നെ വേറൊരു കൂട്ടരുണ്ട്, അവർ ഉറപ്പിച്ചു ഇനിയൊരു മടക്കമില്ല എന്ന്. പക്ഷേ ഇതിനിടയിൽ മൂന്നാമതൊരു വിഭാഗമുണ്ട്. അവർക്കാണ് ഏറ്റവും വലിയ കൺഫ്യൂഷൻ. നാട്ടിലേക്ക് വരാൻ ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷെ തിരികെ വന്നാൽ എന്തു ചെയ്യും, ജീവിതം എങ്ങനെയാവും എന്നൊരു പേടി കാരണം ഒന്നിനും ധൈര്യം കിട്ടാത്തവർ. ഇനി നമുക്ക് വേറൊരു കാര്യത്തിലേക്ക് വരാം. വെക്കേഷൻ അല്ലെങ്കിൽ അവധിക്കാലം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലൊരു ചിത്രമുണ്ടല്ലോ. പക്ഷെ ഒരു പ്രവാസിക്ക് അതെങ്ങനെയാണ് മാറിമറിയുന്നത് എന്ന് നോക്കാം. ഒരു സാധാരണ പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം വെക്കേഷൻ എന്ന് പറഞ്ഞാൽ മിക്കവാറും അത് നാട്ടിലേക്കുള്ള യാത്രയായിരിക്കും, അല്ലേ? വീട്ടുകാരെയും കൂട്ടുകാരെയും ഒക്കെ കാണുക, അതൊരു വലിയ സന്തോഷം തന്നെയാണ്. പക്ഷേ ഇവിടെയാണ് ഒരു നഷ്ടം ഒളിഞ്ഞിരിക്കുന്നത്. ഓരോ വർഷവും നാട്ടിലേക്ക് പോരുമ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്നത് ലോകം കാണാനുള്ള അവസരങ്ങളാണ്. പുതിയ സ്ഥലങ്ങൾ, പുതിയ സംസ്കാരങ്ങൾ, അതെല്ലാം അവർ വേണ്ടെന്ന് വെക്കുകയാണ്. അപ്പോൾ ഈ നഷ്ടം എത്രത്തോളം വലുതാണെന്നറിയാമോ? കാരണം പല പ്രവാസികൾക്കും 1-2 വർഷം കൂടുമ്പോഴാണ് ഇങ്ങനെയൊരു വലിയ വെക്കേഷൻ എടുക്കാൻ പോലും പറ്റുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ ഒരൊറ്റ അവസരം അത് ലോകം കാണാൻ ഉപയോഗിക്കണോ അതോ സ്വന്തം വീട്ടുകാരെ കാണാൻ പോകണോ? എന്തൊരു കൺഫ്യൂഷനായിരിക്കും അല്ലേ? ഇത് നമ്മളെ വേറൊരു പ്രശ്നത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതായത്, നമ്മൾ ജീവിക്കുന്ന ആ ഒരു നിമിഷം, ആ പ്രസന്റ്, അത് നഷ്ടപ്പെടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നാട്ടിൽ പോയി തിരിച്ച് ഫ്ലൈറ്റ് ഇറങ്ങുമ്പോഴേക്കും മനസ്സിൽ അടുത്ത യാത്രയുടെ പ്ലാനിംഗ് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് സന്തോഷമായിട്ട് ജീവിക്കുക? ഇനി വെക്കേഷന്റെ കാര്യം വിടാം, നമുക്ക് കുറച്ചുകൂടി ആഴത്തിലുള്ള ഒരു വിഷയത്തിലേക്ക് വരാം. വീട്. ഒരു പ്രവാസിക്ക് ശരിക്കും എവിടെയാണ് വീട്? ഒരു പ്രവാസിയെ സംബന്ധിച്ച് വീടെന്ന വാക്കിൻ്റെ അർത്ഥം ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. അത് ശരിക്കും ഒരു സ്ഥലമല്ല, അതൊരു തീരാത്ത ആശയക്കുഴപ്പമാണ്. ഈ നാട്ടിലാണോ അതോ അതാണോ തൻ്റെ വീട് എന്നൊരു ചോദ്യം എപ്പോഴും മനസ്സിലുണ്ടാകും. നമ്മൾ എത്രയൊക്കെ അവിടുത്തെ ആളായി ജീവിക്കാൻ ശ്രമിച്ചാലും എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലും ഒന്ന് ഓർമ്മിപ്പിക്കും, ഹേയ്, ഇത് നിങ്ങളുടെ സ്ഥലമല്ല എന്ന്. ആ ഒരു വാക്ക് കേൾക്കുമ്പോഴുള്ള ഒരു വേദനയുണ്ടല്ലോ, അതൊരു വല്ലാത്ത ഫീലിംഗ് ആണ്. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ആദ്യത്തെ തലമുറയുടേത് മാത്രമാണെന്ന് വിചാരിക്കരുത്. അവരുടെ കുട്ടികളുടെ കാര്യം, അതായത് അടുത്ത തലമുറയുടെ കാര്യം, ചിലപ്പോൾ ഇതിലും കോംപ്ലിക്കേറ്റഡ് ആണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ആ കുട്ടികൾ വളരുന്നത് തികച്ചും വേറൊരു സംസ്കാരത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായും നാട്ടിലുള്ള ബന്ധുക്കളുമായി അവർക്കൊരു അകൽച്ചയെ വരും. ചിലപ്പോൾ ഭാഷ ഒരു പ്രശ്നമാവാം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ രീതികളുമായി അവർക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ല. അവരുടെ വേരുകൾ എവിടെയാണെന്ന് അവർക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ വരും. ഒരു വലിയ കുടുംബം എന്നൊക്കെയുള്ള ഫീലിംഗ് അവർക്ക് കിട്ടാതെ പോകും. ഇനി ഇതിനർത്ഥം മാതാപിതാക്കൾ ശ്രമിക്കുന്നില്ല എന്നല്ല കേട്ടോ. ഒരുപാട് പേര് അവരുടെ മക്കളെ നമ്മുടെ സംസ്കാരവും ഭാഷയും ഒക്കെ പഠിപ്പിക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. എല്ലാവർക്കും അത് ഒരുപോലെ വിജയിപ്പിക്കാനും പറ്റണമെന്നുമില്ല. പ്രവാസം നമ്മളെ അകറ്റുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ സ്വന്തം ആൾക്കാരിൽ നിന്നുകൂടിയാണ്. നമ്മുടെ ബന്ധങ്ങളൊക്കെ എങ്ങനെ ചിതറിപ്പോകുന്നു എന്ന് നോക്കാം. ഇന്നത്തെ ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒന്നും ഒരിടത്തല്ലല്ലോ. എല്ലാവരും ലോകത്തിന്റെ പല ഭാഗങ്ങളിലാണ്. അപ്പോൾ പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് ലീവെടുത്ത് നാട്ടിൽ ചെല്ലുമ്പോഴേക്കും ചിലപ്പോൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് വേറെ എവിടെയെങ്കിലും വെക്കേഷൻ പോയിട്ടുണ്ടാവും. എല്ലാവരെയും ഒരുമിച്ച് കാണുക എന്നതൊക്കെ ഒരു സ്വപ്നം മാത്രമായി മാറുകയാണ്. ഈ നഷ്ടം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ കല്യാണം, കുടുംബത്തിലൊരു മരണം, വേണ്ടപ്പെട്ടവരുടെ പിറന്നാളുകൾ, ഓണം, വിഷു, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ നിമിഷങ്ങളിലൊന്നും കൂടെ ഉണ്ടാവാൻ പറ്റുന്നില്ല. ആ ഒരു വേദനയുണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. അപ്പോൾ ഇത്രയൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും: ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ആളുകൾ അവിടെ തന്നെ തുടരുന്നത്, അല്ലേ? നമുക്കതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇത് ശരിക്കും പ്രവാസികൾ എപ്പോഴും കേൾക്കുന്നൊരു ചോദ്യമാണ്. അവരെ സങ്കടങ്ങൾ പറയുമ്പോൾ നാട്ടിലുള്ളവർ ചോദിക്കും, എന്നാ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നൂടെ എന്ന്. കേൾക്കുമ്പോൾ സിമ്പിളാണെന്ന് തോന്നും, പക്ഷേ ഉത്തരം അത്ര സിമ്പിളല്ല. കാരണം ഉത്തരം വളരെ കോംപ്ലക്സ് ആണ്. ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് വിദേശ ജീവിതത്തിന്.
ചിലപ്പോൾ ഒരൊറ്റ കാരണം മതിയാവും ഈ പറഞ്ഞ എല്ലാ സങ്കടങ്ങളെയും മറികടക്കാൻ. ഉദാഹരണത്തിന് സാമ്പത്തിക ഭദ്രത. ആ ഒരൊറ്റ ഘടകം ചിലപ്പോൾ മറ്റെല്ലാത്തിനേക്കാളും വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു തീരുമാനമെടുക്കാൻ പലർക്കും പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സംഭാഷണം തുടങ്ങാനാണ് ശ്രമിച്ചത്, അല്ലാതെ ഇതൊരു അവസാന വാക്കല്ല. അതുകൊണ്ട് ഈ ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. നിങ്ങളൊരു പ്രവാസിയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രവാസികളായ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഉണ്ടെങ്കിൽ, അവർ പറയാത്ത അല്ലെങ്കിൽ നമ്മൾ കേൾക്കാത്ത എന്ത് വിഷമങ്ങളാണ് അവരുടെ ജീവിതത്തിലുള്ളത്? ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അനുഭവങ്ങളും ചിന്തകളും എന്തൊക്കെയാണ്?